ഉടനെ തന്നെ പോയി. അവിടെ ചെന്നാണ് എൻ്റെ ജോലി തുടങ്ങുന്നത്. അവിടെ ചെന്ന് ഉടനെ എന്നെ ടെസ്റ്റ് അടിച്ച് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. വണ്ടി ഓടിച്ച് കാണിച്ച് ആദ്യത്തെ ജോലിയാണ് എൻ്റെ ലൂക്ക് എക്സ്പോർട്ടിലെ മോലാളിയുടെ 3 മോളുമാരുണ്ട്. അവരെ വീട്ടിൽ അന്നേരം അത്യാവശ്യം 3 മോളുമാർക്കും അങ്ങോട്ട് വീട്ടിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ എന്നെയാണ് അതിന് ആ വണ്ടി അന്ന് വിട്ടിട്ട് പറഞ്ഞു, ഈ വീട് അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് മോളുമാർ പറഞ്ഞോളൂ. ആദ്യത്തെ ആദ്യം അവിടെ ഡ്രൈവ് ചെയ്യുകയാണ് ഞാൻ. അന്നേരം 3 മോളുമാരെയും കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മലയാളിയുടെ വീട്ടിൽ ഇട്ട്. മൂത്ത ആൾ പറഞ്ഞ് ചോറുണ്ടെന്നൊക്കെ എൻ്റെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കമ്പനിയിൽ ചെന്ന് ഞാൻ ചോറുണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. അന്നേരം 200 രൂപ എടുത്ത് ലൂക്ക് എക്സ്പോർട്ട് കമ്പനിയുടെ മലയാളിയുടെ മോള് ആദ്യമായിട്ട് എനിക്ക് ഒരു കൈനീട്ടമാണോ എന്തോ ആണോ എന്ന് എനിക്കറിയില്ല, അവിടുന്ന് തന്നു. ചോറുണ്ടോട്ടേ പാവുള്ളൂ, അവിടെ ചിലപ്പോൾ ചോറ് കിട്ടത്തില്ല, അതുകൊണ്ട് ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങോട്ട് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് പോയാൽ അല്ല, വീട്ടിൽ നിന്ന് ചോറിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അല്ല എനിക്കങ്ങ് പോവാം, ഞാനങ്ങ് പോയിക്കോളാം, വഴിയിൽ നിന്ന് കഴിച്ചിട്ട് പോകണം. വഴിയിൽ നിന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി 200 രൂപ തന്നത്. ഞാൻ നേരെ കമ്പനി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി എനിക്ക് ഓട്ടോ വിടുന്നത് ബേപ്പൂരിലേക്കാണ്. അപ്പം ബേപ്പൂര് പോകാനായിട്ട് അവിടുത്തെ വെഹിക്കിൾ മാനേജർ എൻ്റെ ഒക്കെ ചോദിച്ചു, ബേപ്പൂർ അറിയാവോന്ന് എൻ്റെ ഒക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് ബേപ്പൂർ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പോയതാ, അവിടെ ഏത് ഏജൻസിയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ചെന്നോളാം, അങ്ങേരെ കണ്ട്. അല്ല വേണമെങ്കിൽ 2 പേരെ വിടാം. അത് ഞാൻ പറഞ്ഞു 2 പേര് വേണമെങ്കിൽ പോവാം, പക്ഷേ എന്നെ വഴി കാണിപ്പിക്കാൻ വേണ്ടി വിടണമെന്ന് അത്യാവശ്യമില്ല. പിന്നെ 2 ഡ്രൈവർമാർ പോകുന്നത് നല്ലതാണ്, 2 ഡ്രൈവർമാർ പോകാം. പക്ഷേ എന്നെ അന്ന് പറഞ്ഞു 2 ഡ്രൈവർമാരല്ല പോകുന്നത്, അവിടെ ഒരാളാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു എന്നെ വഴി കാണിക്കാനായിട്ട് ഡ്രൈവറൊന്നും വിടണ്ട. പിന്നെ അതെനിക്കറിയാം. അന്ന് തന്നെ ഞാൻ പിറ്റേന്ന് പോയി, അവിടെ പോയി ചരക്കെടുത്ത് അന്ന് തന്നെ പിറ്റേന്ന് തന്നെ രാത്രി തന്നെ ലോഡായി. തിരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ നീണ്ടകാരെ വണ്ടി കൊണ്ട് കയറ്റി പിന്നെ അവിടെ പിന്നെ വണ്ടി ഇട്ടിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് എല്ലാം റെഡിയായി വീണ്ടും വന്നു. ഫീലിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി, ഫീലിംഗായി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇതുവരെ ഇപ്പം വരെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നല്ലത് എന്ന് പറയാം. ഇപ്പം കപ്പിത്താൻ മലയാളിയൊക്കെ പറഞ്ഞപ്പോൾ വേറെ കമ്പനിയായിട്ട് സാമ്യം ചെയ്ത് പറഞ്ഞപ്പോൾ അതിനേക്കായി മെച്ചം ഉള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഭക്ഷണം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒരുക്കി കൊടുക്കുന്നു അല്ലേ എന്നല്ല, ഒരു മനുഷ്യന് ആവശ്യമായ ഒരു സാധനമാണ്. ഏത് ഭക്ഷണം കഴിച്ചാലും 3 നേരവും ആഹാരവും കഴിച്ച് ഉറങ്ങാൻ ഒരിടവും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പണമോ ശമ്പളമോ മറ്റുള്ള എന്തോ ആവുന്നതല്ല. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ കയറിക്കിടക്കാൻ ഒരു സ്ഥലവും ഭക്ഷണവും കിട്ടിയാണെങ്കിൽ അത് ഏറ്റവും ഗുണകരമാണ്. കാരണം ഇതിന് 2-നുമാണ് ചെലവ് വരുന്നത്. ഒരു സാധാരണ ജോലിക്കാരന് ഏറ്റവും കൂടുതൽ ഇപ്പം 15,000 20,000 30,000 കൊടുത്താൽ ഇത് 30,000 തരികയും ചെയ്യും, ഭക്ഷണവും കിടക്കയും തന്നില്ലെങ്കിൽ ആ 30,000 കിട്ടുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷെ കാരണം കിടക്കുന്നതിന് ചിലവുള്ളയാണ്, നമ്മൾ ഉറങ്ങാൻ. 3 നേരം ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുകയാണെങ്കിൽ അന്നേരം ചിലവുള്ളയാണ്. പിന്നെ ലൂക്ക് കമ്പനിയിൽ നിന്ന് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് രാത്രിയിൽ ഇപ്പം നാഗപട്ടണത്ത് പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ആന്ധ്രയിൽ പോകുന്നു. അന്ന് രാത്രിയിൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കമ്പനി കയറുന്ന വരെ ഭക്ഷണത്തിന് പൈസ പ്രത്യേകമുണ്ട്. പ്രത്യേകം ഭക്ഷണ പൈസ ഉണ്ട്. അത് 250 മുതലുണ്ട്. 250 രൂപയാണ് ഇപ്പം നിൽക്കുന്ന 250 രൂപയാണ് ഒരു ദിവസത്തേക്ക്. ആ 250 രൂപ വലിയ അങ്ങ് ആർമഴോട്ട് കഴിക്കാനല്ല അവർ തരുന്നത്, ഭക്ഷണത്തിൻ്റെ ഒരു പണമാണത്. പിന്നെ ഒരു വലിയ അങ്ങ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും അതിൻ്റെതായ ബാറ്റ തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അതിനൊന്നും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കമ്പനിയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നാണോ ഭക്ഷണം? അതെ, കമ്പനിയിൽ നിന്നാണ് ഭക്ഷണം. ഫ്രീ ആണ് ഭക്ഷണം? ഫ്രീ. താമസിക്കാനുള്ള സൗകര്യം എങ്ങനെയാണ് അവിടുത്തെ കമ്പനിയിൽ?
താമസിക്കാനും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഒരു 6 ഡ്രൈവർമാരുണ്ട്. ഈ 6 ഡ്രൈവർമാരും ഇങ്ങനെ കട്ടിലുണ്ട്, തലേണുണ്ട്, അതല്ലോ അതൊക്കെ ഉണ്ട്, റൂമാണ് അതൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഫുഡ് ആവശ്യത്തിന് കഴിക്കാം. ഫുഡൊക്കെ അങ്ങനെ കണക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യൻ കഴിക്കുന്ന എത്ര കഴിക്കാൻ പറ്റും, അവർക്ക് ആവശ്യമുള്ളത് കഴിക്കാം. അല്ല ഇത്ര എടുത്താൽ മതി, ഇത്ര എടുക്കാവുള്ളൂ, ഒരാളെ വിളമ്പി തരാൻ ഞങ്ങൾ ഇരിക്കും, അതങ്ങനെയൊന്നുമില്ല. എടുത്ത് കഴിക്കാം. ഒരു മനുഷ്യൻ കഴിക്കുന്ന എത്ര ഭക്ഷണം കഴിക്കുക, അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. തോമസ് സാർ ഇപ്പൊ എവിടെ ഉണ്ട്? തോമസ് സാർ ഇപ്പൊ പോയിട്ട് ഉണ്ട് 1.5-2 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. 2 വർഷമായി ഇപ്പൊ. തോമസ് സാർ എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഇത് നല്ലപോലെ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ ഇപ്പോൾ ഈ തോമ പോയതിനു ശേഷം പിന്നെ ഇതുവരെ ഒന്നും ഞാനുമായിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള സാറന്മാരായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. വിദേശത്ത് പോയതെന്ന് അറിഞ്ഞായിരുന്നല്ലോ തോമസ് സാർ? വിദേശത്താണല്ലോ. വൈഫ് നേരത്തെ വിദേശത്തായിരുന്നു, നേഴ്സാണോ എന്തോന്ന് എനിക്ക് കൃത്യമായിട്ട് അതിന്റെ പുള്ളിക്കാരി കൊണ്ടുപോയതാണല്ലേ? എന്തോന്നിലാണ്. പിന്നെ അത് എങ്ങനെയായിരുന്നു തോമസ് സാർ നിങ്ങളോട്? തോമസ് സാറാണ് എന്നെ ജോലിക്ക് എടുക്കുന്നത്. കാരണം കൊല്ലത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നത് തോമസ് സാറിനെയായിരുന്നു. അങ്ങനെ വിളിച്ചാണ് എന്നെ എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള ഒരു ഡ്രൈവറും കൂടെ വിളിച്ചാണ് ഞാൻ കയറുന്നത്. തോമസ് സാറെന്ന് പറയുന്നത് വേറെ ആരൊരിക്കലും അങ്ങനെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്ത്, അതായത് ഒരു വല്ലാത്ത രീതി സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. അങ്ങനെയുള്ള സംസാരമൊന്നുമില്ല. കുറ്റം കണ്ടാൽ കർശനമായിരിക്കും. അല്ലാതെ അത് കുറ്റം കണ്ടാൽ ഒരു മനുഷ്യന് തെറ്റ് ചെയ്യുമ്പോഴല്ലേ അതിന് വലുതായിട്ട് ആരെങ്കിലും പറഞ്ഞാലല്ല അത് തിരുത്താനുള്ള ശ്രമം നടത്തും. അന്നേരം അതിൻ്റെതായ രീതിയിൽ അതങ്ങ് ഭയങ്കര രൂക്ഷമായിട്ടല്ല, ഒരു മനുഷ്യൻ്റെ സംസാരിക്കേണ്ട രീതിയിൽ അത് ഏതൊരു കാര്യം ഒതുക്കാനും. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരാളാണ് തോമസ്. എൻ്റെ അടുക്ക ഇന്നേ വരെ ഒരു വാക്കുകൾ പോലും, പിന്നെ തമാശ രീതിയിൽ ഇപ്പോൾ വണ്ടി ഞങ്ങൾ തമ്മിൽ കൊച്ചിയിൽ ഒരു പ്രാവശ്യം ഒന്ന് പോയായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ കൂടുതൽ വണ്ടിയിലിരുന്നു യാത്ര ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം കൊച്ചിയിൽ പോയപ്പം ഒരു രസകരമായിട്ടുള്ള സംഭവം നടന്നായിരുന്നു. പോകുന്നതിന് മുമ്പ് കേട്ടോ, പോകുന്നതിന് മുമ്പ് കൊച്ചിയിൽ പോയപ്പം അന്ന് 4 വണ്ടിയാണ് കൊച്ചിയിൽ പോകുന്നത്. കേസ് എടുക്കാനാണ് പോകുന്നത്. അത് എവിടുന്ന് ചരക്ക് വന്നത് അത് എടുക്കാനായിട്ട് പോയത്. അപ്പം ഞാനൊരു വണ്ടി, എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ വേറൊരു വണ്ടിയിൽ. അപ്പോൾ തോമ സാറ് അന്നേരം വലിയൊരു വണ്ടിയിൽ ഇരിക്കുക. അപ്പോൾ വലിയ വണ്ടി പോകുന്ന ഇച്ചിരി കുറച്ച് പതുക്കെയല്ല പോകത്തുള്ളൂ. അന്നേരം അവിടെ ആ വണ്ടി എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, ആ വണ്ടിക്കകത്ത് ഇങ്ങനൊരു തമാശ പറഞ്ഞു. അന്നേരം ഞാൻ ഓവർടേക്ക് ചെയ്ത് വണ്ടി കയറി വന്നു, പെട്ടെന്ന് വിട്ടങ്ങ് പോയി. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് ഏതാണ്ട് എന്തോ വായുഗുളിയല്ലോ മേടിക്കാൻ പോവാന്നോ അയാള്. ഡാന്ന് വിളിക്കത്തില്ല, എന്നൊക്കെ ഇളയാളല്ലേ, ഡാന്നൊന്നും വിളിക്കത്തില്ല. അയാൾ എവിടെ പോവാടാ, വായുഗുളിക കഴിക്കാൻ കൊല്ലം പോവാന്നുള്ളൊരു ചോദിച്ചു. അതൊരു രസകരമായിരുന്നു. എന്നുവെച്ചാൽ അത് തിരിച്ച് അവിടെ സൈറ്റിൽ ചെന്നപ്പോൾ എൻ്റെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഇതുവരെയും എൻ്റെ ജീവിതം. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? ഇപ്പൊ നോക്കുന്നത് മധുസാറല്ലേ? ഇപ്പൊ നിങ്ങളുടെ മാനേജർ മധുസാറല്ലേ? മധുസാറ്. അവിടെ 3 പേരുണ്ട്. അവിടെ മധുസാറുണ്ട്, അരുൺ സാറുണ്ട്, അനിത് സാറുണ്ട്. 3 പേരാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ മേഖലയാണ് കൊടുത്തിരിക്കുന്നത്. അവരാരും നമ്മുടെ അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ലൂക്കസ് ഫുഡ് കമ്പനി ജോലി ചെയ്യുന്നതിന് ഈ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കുറ്റം കണ്ട ഇതൊക്കെ പറയും, അതൊക്കെ ഉള്ളു. അല്ലാതെ മറ്റു പ്രശ്നം. ഞാനും ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ എൻ്റെ കുടുംബം ജീവിക്കുന്നത്, എനിക്ക് 2 ആൺപിള്ളേരാണ്, 2 പേരും പഠിക്കുന്നത്.